Next question. Priya and Kavita are partners. Priya draws rupees 4,000 at the end of each quarter. എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? ഡ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് പ്രിയ ഡ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. Interest on drawings is chargeable at 6% per annum. Calculate interest on drawings for the year ending 31st December 2018. ഇവിടെ നമ്മൾ പ്രിയ കവിത രണ്ടുപേര് പാർട്ട്നേഴ്സ് ആണ്. പ്രിയ ഡ്രൂ ചെയ്തു മീൻസ് പ്രിയന്റെ ഡ്രോയിങ്സ് ആ പറയുന്നത് 4,000 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ക്വാർട്ടറാണ്. അപ്പോൾ അവളെ ഓരോ ക്വാർട്ടറിന്റെ എൻഡിലും അവൾ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസംബറിൽ എൻഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 12 മാസമാണ് എന്ത്? ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ തൊട്ട് മുമ്പത്തെ 12 മാസം എന്നായിരിക്കും ബിഗിനിങ്? 1/1/18 എന്ത്? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യും. പ്രിയ ഡ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. 12 മാസമാണ് ടോട്ടൽ ഉള്ളത്. ആ 12 മാസത്തിൽ ഡിവൈഡഡ് ബൈ 4 അല്ലെ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4 വിളിക്കണ പേരാണ് എന്ത്? ക്വാർട്ടർ. അപ്പൊ 3 മന്ത് കൂടുമ്പോഴാണ് എന്ത്? ഓരോ ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വാർട്ടർ എപ്പോഴാണ് വരിക? ഇത് ജാനുവരി. അപ്പൊ ജാനുവരി ഫെബ്രുവരി മാർച്ച് എൻഡിൽ 31st മാർച്ച് 2018 ഈസ് എ ക്വാർട്ടർ. ജാനുവരി ഫെബ്രുവരി മാർച്ച് ഓരോ 3 മാസം കൂടുമ്പോഴും ക്വാർട്ടർ ആകും. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒരു ക്വാർട്ടർ ആയി. അടുത്ത ക്വാർട്ടർ എന്ന് വരാം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ. ജൂൺ ഒരു ക്വാർട്ടർ ആണ്. ഓക്കെ, അപ്പോൾ 31st ജൂൺ 18 ഓക്കെ സോറി 31st അല്ല 30th ജൂൺ. നെക്സ്റ്റ് ജൂൺ കഴിഞ്ഞിട്ടോ 3 അല്ല എത്ര വരിക? 6 30th ജൂൺ. ഇനി നെക്സ്റ്റ് ക്വാർട്ടർ വരിക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. സെപ്റ്റംബറിലാണ് നെക്സ്റ്റ് ക്വാർട്ടർ. ഓക്കെ 30th സെപ്റ്റംബർ 2018. ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു ക്വാർട്ടർ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്നൊക്കെ അവൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും? ഒന്ന് ഈ ക്വാർട്ടറിന്റെ എൻഡ് ഇതാണ് Q1, ഇത് Q2, ഇത് Q3 തേർഡ് ക്വാർട്ടർ, ദിസ് ഈസ് ഫോർത്ത് ക്വാർട്ടർ. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ അവള് ഒന്ന് ഇതിന് വിഡ്രോ ചെയ്തു അല്ലെ? ഈ ക്വാർട്ടറിന്റെ എൻഡ് ഇതാണ്, ഇതിന് വിഡ്രോ ചെയ്തു. ഈ ക്വാർട്ടറിന്റെ എൻഡിന് ഇതാണ് വിഡ്രോ ചെയ്തു. ഈ ക്വാർട്ടറിന്റെ എൻഡ് ഇത് വിഡ്രോ ചെയ്തു. ആൻഡ് ഈ ക്വാർട്ടറിന്റെ എൻഡില് വിഡ്രോ ചെയ്തു. എത്ര വിഡ്രോ ചെയ്തത്? 4,000. എത്ര വിഡ്രോ ചെയ്തത്? റുപ്പീസ് 4,000. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണാം. എങ്ങനെയാ നമ്മൾ കാണുക? ഫസ്റ്റത്തെ ക്വാർട്ടറിൽ നമ്മൾ വിഡ്രോ ചെയ്ത് 31st 3/18 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണണം. പിന്നെ 30th ജൂൺ 18 ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണണം. ഓക്കെ, നെക്സ്റ്റ് 30th സെപ്റ്റംബർ 18 അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണണം. ആൻഡ് ലാസ്റ്റ് 31st 12/18 നമ്മൾ എന്ത് കാണണം? നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പൊ ഫസ്റ്റത്തിന്റെ ഡ്രോവിങ്സ് എമൗണ്ട് നോക്കാം. 4,000 ആണ് എമൗണ്ട് ഇൻറ്റു 6%. 6/12. 6% എന്നത് 6/12. ഓക്കെ, then next into 6/12 into എത്ര റിമൈനിങ് മന്ത്? ഇത് മാർച്ച് ആണ്. മാർച്ച് 31st. അപ്പൊ റിമൈനിങ് മന്തോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. 9 മാസമാണ് റിമൈനിങ് മന്ത് ഡിവൈഡഡ് ബൈ 12. നെക്സ്റ്റ് അടുത്തത് ഇവിടെയോ 30th. അപ്പൊ എത്ര ഉണ്ടാവുക? 4,000 ഇൻറ്റു ഓക്കെ എത്ര ഇരിക്കേണ്ട റേറ്റ്? 6 ഇവിടെ 12 അല്ല എത്ര വരിക? 100. അപ്പൊ ഇവിടെ 6/100 ഇൻറ്റു എത്ര റിമൈനിങ് മന്ത്? ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 6 മന്ത്. 6/12. നെക്സ്റ്റ് ഇവിടെയോ
4000 ഇൻറ്റു 6/100 ഇൻറ്റു ഈ എൻ്റെ ആയതുകൊണ്ട് ഇനി എത്ര റിമൈനിങ് മന്ത് 9 ആണ്. അപ്പോൾ 10, 11, 12 3 months. And last 4000 into 6/100 remaining month 0/12. Sorry. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്പർ 1, ഓക്കെ, 4000 into 4000 into 6/100 into 9 divided by 12. Okay, 180. Then next 4000 into 6% into, okay, 6 divided by 12, 120. Then next one, 4000 into 6% into 3/12, 60. And last one 0. Total up എത്ര വരിക? 180 plus 120 plus 60 plus 60 plus 0 is equal to 360. എത്ര ടോട്ടൽ? 360. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എത്രയാണ്? 360. ഇങ്ങനെ നമുക്ക് കാണുന്നില്ല, ഒരു ആൾട്ടർനേറ്റീവ് റൂട്ടും കൂടി ഉണ്ട്. എന്തുണ്ട്? ഒരു ആൾട്ടർനേറ്റീവ് റൂട്ടും കൂടി ഉണ്ട്. ആൾട്ടർനേറ്റീവ് റൂട്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് ആണ് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ആണെങ്കിൽ, സെയിം എമൗണ്ട് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ അല്ല, എപ്പോഴും ഇൻ്റർവെൽ ശരിക്കും കറക്റ്റ് 3 മാസം കൂടുമ്പോൾ വിഡ്രോ ചെയ്യും. ഒരു ഇൻ്റർവെൽ കറക്റ്റ് ആണ്. അപ്പോൾ സെയിം ഡേറ്റ് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ആണെങ്കിൽ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ട്. നമുക്ക് ആ റൂട്ട് നോക്കാം. ഓക്കെ, ആ റൂട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഡ്രോൺ, ടോട്ടൽ എമൗണ്ട് ഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100, rate by 100 into okay, rate by 100 into average month by 12, average month by 12. നമുക്കൊന്നുകൂടി നോക്കാം എന്താണിത്. എന്താണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് drawn, total amount drawn into rate by 100 into average of remaining month. നമുക്ക് അങ്ങനെ ഒന്നും കൂടി പറയാം, average of remaining month divided by 12. അപ്പം നമുക്ക് ഈ കേസ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റ് കേസുകളിലേക്ക് പോകാം. ഇവിടെ നോക്കിയേ, ടോട്ടൽ എമൗണ്ട് ഡ്രോൺ എത്ര? ടോട്ടൽ എമൗണ്ട് ഡ്രോൺ 4000 into 4. ഞാൻ ഓരോ ക്വാർട്ടറിലും നില പറഞ്ഞത്. അപ്പോൾ 4000 into 4 എത്ര? 4000 into 4 ഉണ്ടായിരിക്കുക 16,000 ആണ് ടോട്ടൽ എമൗണ്ട് ഡ്രോൺ ഇൻറ്റു 6/100 ഇൻറ്റു ആവറേജ് എന്താ മൾട്ടിപ്ലിക്കേഷൻ? ആവറേജ് ഓഫ് റിമൈനിങ് മന്ത്. എത്ര ആവറേജ് ഓഫ് റിമൈനിങ് മന്ത് വരുന്നത്? 9 plus 6 15, 15 plus 3 18, 18 plus 0 18. അപ്പോൾ 18 divided by 4 is the average month. എത്ര വരിക? 4.5. എത്ര വരിക? 4.5 divided by 12. ഇനി ഇതൊന്ന് അടിച്ചു നോക്കിയാൽ എത്ര എമൗണ്ട് വരിക എന്നുള്ളത്. ഓക്കെ, എത്രയായിരിക്കും എമൗണ്ട് ഉണ്ടാവുക? 16,000 into 6% into എത്ര? 4.5 divided by 12, 360. സെയിം ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത്. എന്താണ് ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്?
കണ്ടീഷൻ ഉണ്ട് ഈ സാധനം ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ. എന്താണ് ആ കണ്ടീഷൻ? നമ്പർ 1 ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സെയിം എമൗണ്ട് എന്തായിരിക്കണം? സെയിം എമൗണ്ട് ആയിരിക്കണം. നമ്പർ 2 കണ്ടീഷൻ നമ്പർ 2 എന്താണ്? ഇന്റർവെൽ ഷുഡ് ബി സെയിം. എന്താണ്? വിഡ്രോ ചെയ്യുന്ന ഇന്റർവെൽ എന്താണ്? സെയിം ആണ്. ഇന്റർവെൽ ഷുഡ് ബി സെയിം. ഇങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഈ ഇക്വേഷന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി, ഇക്വേഷനിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓരോ സിറ്റുവേഷൻസ് നോക്കാം ഏതൊക്കെയാണ് ഇന്റർവെൽസ് ഉള്ളത്. നമ്പർ 1, ഒരാൾ ചിലപ്പോൾ ബിഗിനിങ് ഓഫ് എവരി മന്ത്. എന്താണ്? ബിഗിനിങ് ഓഫ് എവരി മന്ത്. എന്താ? ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണ് തുടങ്ങുന്നതെങ്കിൽ അയാളുടെ ടോട്ടൽ എമൗണ്ട് എന്താണ്? ബിഗിനിങ് ഓഫ് എവരി മന്ത്. ബിഗിനിങ് ഓഫ് എവരി മന്ത്. ഓക്കെ, എവരി മന്ത് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ടോട്ടൽ എമൗണ്ട് ഡ്രോൺ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഡ്രോൺ നമുക്കൊരു ടേബിൾ ആക്കിയിട്ട് വെച്ചാൽ ഒന്നും കൂടി വൃത്തിയായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം പെർട്ടിക്കുലേഴ്സ്. നമുക്ക് ഓരോ കണ്ടീഷൻസ് നോക്കാം. പെർട്ടിക്കുലേഴ്സ് ഒരു ടാബ്ലറ്റ് എടുക്കാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഡ്രോൺ എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ട് ഡ്രോൺ ആൻഡ് ആവറേജ് ഓഫ് റിമൈനിങ് മന്ത് എത്രയായിരിക്കും? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓരോ സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവറേജ് ഓഫ് എവരി മന്ത് എത്രയായിരിക്കും? അതേപോലെ തന്നെ ഏത് ടോട്ടൽ എമൗണ്ട് ഡ്രോണ് എത്രയായിരിക്കും? ആളുകൾ തെറ്റിക്കുന്ന ഏരിയയാണ് ഇത്. ഫസ്റ്റ് വൺ ആണ് ഇത്, ബിഗിനിങ് ഓഫ് എവരി മന്ത്. നമ്പർ 1, ബിഗിനിങ് ഓഫ് എവരി മന്ത്. ടോട്ടൽ എമൗണ്ട് ഡ്രോൺ വിൽ ബി എല്ലാ മാസവും 1-ാം തീയതി. അതല്ല ബിഗിനിങ് ഓഫ് എവരി മന്ത്. അപ്പോൾ എല്ലാ മാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ 12 മാസവും ഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വിൽ ബി എമൗണ്ട് ഇൻറ്റു 12. എമൗണ്ട് ഇൻറ്റു 12. ആവറേജ് എത്രയായിരിക്കും ഉണ്ടാവുക? എത്ര ആവറേജ് ഉണ്ടാവുക? ഇന്റർവെൽസ് വെച്ചൊക്കെ ഫസ്റ്റത്തെ മന്തിന് തുടക്കത്തിലാണ് അല്ലേ? ഫസ്റ്റത്തെ മന്തിന്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഫുൾ ഇയറിൻ്റെ ആയിരിക്കും. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതെല്ലാം 12 മാസം. അപ്പോൾ ഈ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ജനുവരി എത്ര ഉണ്ടായിരിക്കും? 12. ഫെബ്രുവരി 1-ാം തീയതി അപ്പോൾ ഇൻക്ലൂഡിങ് ഫെബ്രുവരി 11. മാർച്ച് 1-ാം തീയതി അപ്പോൾ ഇൻക്ലൂഡിങ് മാർച്ച് 10. അപ്പോൾ 12 പ്ലസ് 11 പ്ലസ് 10 പ്ലസ് പിന്നെ 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എത്ര? 12. ആവറേജ് ആണ് 12. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? എത്രയൊക്കെ നമുക്ക് കിട്ടുക? 6.5. എത്ര നമുക്ക് കിട്ടുക? 6.5. ഇനി നെക്സ്റ്റ് അടുത്തത് ബിഗിനിങ് അല്ല മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ ഏതാണെങ്കിൽ മിഡിൽ ഓഫ് എവരി മന്ത്. മിഡിൽ ഓഫ് എവരി മന്ത്. ഓക്കെ, മിഡിൽ ഓഫ് എവരി മന്ത് എന്ന് പറഞ്ഞാൽ ജനുവരി 15, ജനുവരി 15, ഫെബ്രുവരി 15, മാർച്ച് 15, ഏപ്രിൽ 15, അങ്ങനെ മിഡിൽ ഓഫ് എവരി മന്ത്. അപ്പോഴും മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ ജനുവരി ഡ്രോ ചെയ്തു, ഫെബ്രുവരി ഡ്രോ ചെയ്തു, മാർച്ചിൽ ഡ്രോ ചെയ്തു, ഏപ്രിലിൽ ഡ്രോ ചെയ്തു, മെയ്യിൽ ഡ്രോ ചെയ്തു, ജൂണിൽ ഡ്രോ ചെയ്തു. അപ്പൊ ടോട്ടൽ എമൗണ്ട് എല്ലാ മാസവും ഡ്രോ ചെയ്യണ്ടേ? അപ്പൊ ടോട്ടൽ എമൗണ്ട് വിൽ ബി എമൗണ്ട് ഇൻറ്റു 100. എന്താ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവുക? എമൗണ്ട് ഇൻറ്റു 12. എമൗണ്ട് ഇൻറ്റു 12. ആവറേജ് എത്ര ഉണ്ടായിരിക്കും? മിഡിൽ ഓഫ് എവരി മന്ത് എന്നാ. അപ്പൊ 15th ജനുവരിയാ അല്ലേ? അപ്പൊ 11 മാസവും പിന്നെ അര മാസവും. അപ്പൊ ജനുവരി നമ്മൾ എത്ര കൂട്ടുള്ളൂ? 11.5.
ഫെബ്രുവരി നമ്മൾ എത്ര കൂട്ടുക? ഫെബ്രുവരി ശരിക്കും 11 മാസം ഉണ്ട്, പക്ഷെ 15 ദിവസം നമ്മൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ എത്ര കൂട്ടുള്ളൂ? 10.5. പിന്നെ മാർച്ച് മുതൽ അങ്ങോട്ടോ അത് 9 മാസം ഉണ്ട്, പക്ഷെ നമ്മൾ ഫുള്ള് കൂട്ടുവോ? ഇല്ല, 9.5. അപ്പൊ ഏപ്രിലോ 8.5, 7.5, 6.5, 5.5, 4.5, 3.5, 2.5, 1.5. ഡിസംബറിൽ അര, കാരണം ഡിസംബർ 15 ആണ്. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? അര. അപ്പൊ ഇതെല്ലാം പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 12. നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുക? 6. എത്ര ആൻസർ കിട്ടും? 6. ഇനി നെക്സ്റ്റ്, എൻഡ് ഓഫ് എവരി മന്ത്. എൻഡ് ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് 31-നോ അല്ലെങ്കിൽ ഫെബ്രുവരി 28, പിന്നെ മാർച്ച് 31, ഏപ്രിൽ 30, അങ്ങനെ. അപ്പൊ ഓക്കെ, ജനുവരി 31-നാണ്. അപ്പൊ ജനുവരി നമുക്ക് എത്ര മാസം കിട്ടുള്ളൂ? ജനുവരി കൂട്ടുവോ? ഇല്ല, കാരണം ലാസ്റ്റ് ആയി. അപ്പൊ ജനുവരി കൂട്ടൂല, ബാക്കി മന്ത് 11 മന്ത് ഉണ്ടാവും. ഫെബ്രുവരിയോ 10 അല്ലെ, ഫെബ്രുവരിയിൽ എത്ര ഉണ്ടാവുള്ളൂ? 10, കാരണം ഫെബ്രുവരി ലാസ്റ്റ് ആയതുകൊണ്ട് 10. മാർച്ചിൽ 9, 8, 7, 6, 5, 4, 3, 2, 1. ഡിസംബറിൽ 0, കാരണം ഡിസംബർ 31 ആണ്. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 12. എത്ര നമുക്ക് ആൻസർ കിട്ടുക? 5.5. അപ്പൊ നെക്സ്റ്റ് എമൗണ്ടോ, എല്ലാ മാസവും ഉണ്ടായതുകൊണ്ട് എത്ര ടോട്ടൽ എമൗണ്ട്? എമൗണ്ട് ഇൻറ്റു 12, മന്ത്ലി എമൗണ്ട് ഇൻറ്റു 12. ഇനി നെക്സ്റ്റ്, ബിഗിനിങ് ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ, ബിഗിനിങ് ഓഫ് എവരി ക്വാർട്ടർ, എല്ലാ ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ്. അപ്പൊ ക്വാർട്ടറിന്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എന്താണ്? ജാനുവരി ഒരു ക്വാർട്ടർ അല്ലെ, 3 മാസം കൂടുമ്പോ എന്താണ്? ഒരു ക്വാർട്ടർ. ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ. അപ്പൊ ജനുവരി 1-ന്, ജനുവരി 1-ന്, ഏപ്രിൽ 1-ന്, ജൂലൈ 1-ന്, ഒക്ടോബർ 1-ന് അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ടോട്ടൽ എമൗണ്ട് 1, 2, 3, 4 ഉള്ളൂ. അപ്പൊ എത്ര നമ്മൾ കൊടുക്കേണ്ടത്? ടോട്ടൽ എമൗണ്ട്, എമൗണ്ട് ഇൻറ്റു 4. എത്ര റിമൈനിങ് മന്തിന്റെ ആവറേജ് ഉണ്ടാവുക? ഫസ്റ്റ് ജാനുവരി 1 ആണെങ്കിൽ 12 മാസം ഉണ്ട് ഇല്ലേ? ഇനി ഏപ്രിൽ 1 ആണെങ്കിലോ 9 മാസം, കാരണം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഇൻക്ലൂസിങ് ഓഫ് ഏപ്രിൽ. ജൂലൈയിലാണെങ്കിലോ 6 മാസം. ഓക്കെ, ആൻഡ് ഒക്ടോബറിലാണെങ്കിൽ 3 മാസം. അപ്പൊ 12 + 9 + 6 + 3 ഡിവൈഡഡ് ബൈ 4, കാരണം ആവറേജ് എടുക്കണം. ഡിവൈഡഡ് ബൈ 4 എത്ര ഉണ്ടാവുക? 7.5. എത്ര ഉണ്ടായിരിക്കും? 7.5. ഓക്കെ, ഏത്? 12 + 9 + 6 + 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത്, മിഡിൽ ഓഫ് എവരി ക്വാർട്ടർ. മിഡിൽ ഓഫ് എവരി ക്വാർട്ടർ, എല്ലാ ക്വാർട്ടറിന്റെ നടുക്ക്. അപ്പൊ നടുക്കെന്ന് പറയുമ്പോൾ ഏത് മാസമാണ്? ഫെബ്രുവരി 15-ന്, മെയ് 15, ഇവിടെ ഓഗസ്റ്റ് 15, നവംബർ 15, ഇതാ മിഡിൽ. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര റിമൈനിങ് മന്ത് ഉണ്ടാവുക നമുക്ക്? ഫെബ്രുവരി 15 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫെബ്രുവരിയിൽ അര. ഓക്കെ, പിന്നെ ബാക്കി മാർച്ച് 1.5, 2.5, 3.5, 4.5, 5.5, 6.5, 7.5, 8.5, 9.5, 10.5. അപ്പൊ ഇവിടെ റിമൈനിങ് മന്ത് 10.5. ഇനി ഇവിടെയോ എത്ര റിമൈനിങ് മന്ത്? 15 ആണുള്ളത് മാർച്ച്. അപ്പൊ ഇവിടെ അര അല്ലെ, മെയില് അര. അപ്പൊ ജൂണില് 1, 1.5, 2.5, 3.5, 4.5, 5.5, 6.5, 7. 7.5. ഇവിടെ ഓഗസ്റ്റ് അര, പിന്നെ 1.5, 2.5, 3.5, 4.5. ആൻഡ് ലാസ്റ്റ് നവംബർ 15, അര നവംബറിലും പിന്നെ 1.5. അപ്പൊ ഇനി ആഡ് ചെയ്തിട്ട് ആവറേജ് എത്ര നോക്കിയേ? 10.5 സോറി പ്ലസ് 7.5 പ്ലസ് 4.5 പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ 4 എത്രയുള്ളത്? 6. എത്രയുള്ളത്? 6. എത്ര ടോട്ടൽ എമൗണ്ട്? 1, 2, 3, 4, 4 അപ്പൊ എമൗണ്ട് ഇൻറ്റു 4. ഇനി എൻഡ് ഓഫ് എവരി മന്ത്. എൻഡ് ഓഫ് എവരി മന്ത്, എൻഡ് ഓഫ് എവരി ക്വാർട്ടർ, എല്ലാ മാസത്തെ, എല്ലാ ക്വാർട്ടറിന്റെയും ലാസ്റ്റ്. എല്ലാ ക്വാർട്ടറിന്റെയും ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് സമയത്ത് നമ്മൾ ഡ്രോ ചെയ്യണത്?
മാർച്ച് 31, ജൂൺ 31, ജൂൺ 30th, സെപ്റ്റംബർ 30th, ഡിസംബർ 31. അപ്പൊ ശ്രദ്ധിച്ചൊക്കെ ഇവിടെ മാർച്ച് കൂട്ടോ ഇല്ല, 31 ആയതുകൊണ്ട് ആ മന്ത് കൂട്ടില്ല, ഫസ്റ്റ് ആണെങ്കിലേ കൂട്ടുള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളത് അപ്പൊ 9 month, ഇവിടെ ജൂൺ കൂട്ടോ ഇല്ല, അപ്പൊ ബാക്കിയുള്ളത് 6 month, സെപ്റ്റംബർ കൂട്ടോ ഇല്ല, ബാക്കിയുള്ളത് എത്ര 3 month, ഡിസംബർ കൂട്ടോ ഇല്ല 0. അപ്പൊ ഇതിന്റെ ആവറേജ് എത്രയാണ് ആവറേജ് ഉണ്ടാവുക 4.5. എത്രയാണ് ആവറേജ് ഉണ്ടാവുക 4.5. എത്ര എമൗണ്ട് ടോട്ടൽ ഡ്രോൺ എമൗണ്ട് ഇൻറ്റു 1 2 3 4 4 തവണയാണ്. അപ്പൊ 4. അപ്പൊ ഈ ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ മറന്നു, സാറേ 4 പോയിന്റ് ആണോ 3 പോയിന്റ് ആണോ 2 പോയിന്റ് ആണോ മറന്നു കഴിഞ്ഞാൽ എന്താ ലൂപ്പ് ഹോള്, ആവറേജ് നോക്കിയാൽ മതി. നമ്മൾ എന്ത് നോക്കിയാൽ മതി, ആവറേജ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതേപോലത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജോൺ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹി വിഡ്രോസ് 1000 per month റെഗുലർലി. അപ്പൊ എല്ലാ മാസവും ഉണ്ട്, ഒരു മാസം പോലും തെറ്റിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജഡ് അറ്റ് 5%. Calculate interest on drawings using average period if he draws at beginning of every month. Easy, beginning of every മന്ത് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ, എല്ലാ മാസം 1-ാം തീയതി. അപ്പൊ ജനുവരി 1, ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1, ഇന്റർവെല് കറക്റ്റ് ആണ്. എല്ലാ മാസം 1-ാം തീയതി ഇന്റർവെല്ലും കറക്റ്റ് ആണ്, എമൗണ്ടും ഈക്വൽ ആണ്. എന്താ നമ്മൾ ഇക്വേഷന്, ടോട്ടൽ എമൗണ്ട് ഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് ഓഫ് റിമൈനിങ് മന്ത്, ആവറേജ് ഓഫ് remaining month divided by 12. So it's equal to total drawn monthly ആണ്. അപ്പൊ 1000 into 12 അപ്പോഴല്ലേ ടോട്ടൽ ഡ്രോൺ ഇൻറ്റു റേറ്റ്. എത്ര റേറ്റ് 5%, 5/100 ഇൻറ്റു റിമൈനിങ് മന്ത് ജനുവരി 1, ഫെബ്രുവരി 1 അല്ലേ, അതിന്റെ ആവറേജ്. എത്ര ആവറേജ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 12 + 11 + 10 + 9 + അങ്ങനെ ഫുള്ള് 1 വരെ പോവാ, ഡിവൈഡഡ് ബൈ 12. അപ്പൊ 6.5 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, എത്ര ആൻസർ ഉണ്ടാവുക 1000 into 12 into 5% into 6.5 divided by 12, 325. ഇനി ഇതേ സാധനം മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ ടോട്ടൽ ഡ്രോവിങ്സ് റിമെയിൻ സെയിം. എത്രയാണ് 12,000. 1000 into 12, 12,000 into റേറ്റ് സെയിം ആണ് 5/100 into ആവറേജ് ഓഫ് റിമൈനിങ് മന്ത് അല്ലേ. അപ്പൊ ഫസ്റ്റത്തെ മന്തിന്റെ അര, രണ്ടാമത്തെ ഫുൾ ഉണ്ടാവില്ലേ, അപ്പൊ 11.5, പിന്നെ 10.5, 9.5 ഇങ്ങനെ പോയിക്കൊണ്ട് എല്ലാം കൂട്ടുക ഡിവൈഡഡ് ബൈ 12. നമുക്ക് നേരെ ടേബിൾ കാണാപ്പടം പഠിച്ചാൽ നോക്കിയാൽ മതി. മിഡിൽ ഓഫ് എവരി മന്ത് എത്ര എടുക്കുക 6/12. അല്ലെങ്കിൽ നമ്മൾ നേരെ കൂട്ടിയിട്ട് ആവറേജ് നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും 6/12. അപ്പൊ നമുക്ക് എത്ര ആൻസർ 12,000 into 5% into 6 divided by 12 rupees 300. ഇനി എൻഡ് ഓഫ് എവരി മന്ത് ഡ്രോവിങ്സ് ടോട്ടൽ എത്ര ഉണ്ടാവുക 1000 ആണ് ഡ്രോ ചെയ്യണത് ഇൻറ്റു 12. എന്തുകൊണ്ട് 12 മാസം ഉണ്ട്, കാരണം എല്ലാ മാസവും ഉണ്ടായതുകൊണ്ട് 12 മാസം ഉണ്ട്. സോ ഇൻറ്റു 5/100 ഇൻറ്റു എത്ര വരുന്നത് എത്ര വരിക 5.5. ആവറേജ് എത്രയാണ് 5.5. കാരണം 11 ഫസ്റ്റത്തെ മാസം കൂട്ടോ ഇല്ല, എൻ്റെ ആയതുകൊണ്ട് ജനുവരി കൂട്ടൂല. അപ്പൊ ജനുവരി കൂട്ടാതെ ജനുവരിയിൽ എത്ര റിമൈനിങ് മന്ത് 11, പിന്നെ 10, 9, 8, 7, 5. ഓക്കെ, അങ്ങനെ പോയിട്ട് 0 വരെ എത്തും. ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടുക 5.5. അപ്പോൾ എത്ര നമുക്ക് ആൻസർ 12,000 into 5% into 5.5 divided by 12, 275.